ബേക്കിംഗ് പൗഡർ ഇട്ട് 2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. 2 സ്പൂൺ പഞ്ചസാര, അല്പം വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കുക. അധികം നീണ്ടു പോകാതെ വളരെ തിക്കായിട്ട് ഏതാണ്ട് ഈ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഏത്തപ്പഴം 4ആയി മുറിച്ച പീസസാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഓരോന്നായി നമുക്ക് മൈദയിലേക്ക് ഇടാം. ഏത്തപ്പഴം പീസസ് മൈദാമാവിൽ മുക്കി ഒരു 5 മിനിറ്റ് നേരം വയ്ക്കുക. ഫ്രൈയിങ് പാനിലേക്ക് 1 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ തിളച്ച് വരുമ്പോൾ ഈ ഫ്രൈയിങ് പാനിലേക്ക് നമ്മൾ മുക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ പീസ് എടുത്തിടുക. ഇടയ്ക്ക് ഇതൊന്ന് മറിച്ചിടണം. ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്, നമുക്കിതെടുക്കാം.